ഹായ് ഫ്രണ്ട്സ്, ഞാൻ റാഫ മാക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫയൽ ട്രാൻസ്ഫർ എന്നതിനെ സംബന്ധിച്ച്. ഫയൽ ട്രാൻസ്ഫർ, അതായത് ഒരാളുടെ കയ്യിലുള്ള ഫയൽ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനം. ഇപ്പോൾ നമ്മൾ പണ്ട് വളരെ മുമ്പൊക്കെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ഒരുവിധ ആൾക്കാരുടെ അടുത്തൊക്കെ മോസ്റ്റ്ലി നോക്കിയയുടെ ഫോണായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലൂടൂത്ത് വഴിയൊക്കെ ആയിരുന്നു ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഡിഫറെൻറ്റ് ഫോണുകൾ. ചിലരുടെ കയ്യിൽ ഐഫോൺ, ചിലരുടെ കയ്യിൽ സാംസങ്, പിന്നെ സോണി എറിക്സൺ, എല്ലാ ഫോൺസും ഡിഫറെൻറ്റ് ബ്രാൻഡുകൾ. പിന്നെ ഈവൻ ലാപ്ടോപ്പിൻ്റെ കേസ് ആണെങ്കിൽ വിൻഡോസ് പി സി ഉണ്ട്, മാക്കിൻ്റെ ഉണ്ട്, അങ്ങനെ എല്ലാ പി സി, പിന്നെ ടാബ്ലറ്റ്സ് എല്ലാം ഇരിക്കും. എല്ലാം ഡിഫറെൻറ്റ് ഇതായിരുന്നു. അപ്പോൾ ഇത് തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നപ്പോൾ ഐഫോണിന് ബ്ലൂടൂത്ത് വഴി സെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ സാംസങ് എന്നൊക്കെ ആണെങ്കിൽ ഫയൽ സൈസ് കൂടിയാലൊക്കെ ബുദ്ധിമുട്ടാണ് ബ്ലൂടൂത്ത് വഴി. പിന്നെ എക്സെൻഡർ അങ്ങനത്തെ കുറച്ച് കോമൺ സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിലും അത് നമുക്ക് മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വിൻഡോസ് പി സിയിലും മൊബൈലുകളിലും ടാബ്ലറ്റുകളിലും ഐഫോൺ എല്ലാ ഡിവൈസിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ. അങ്ങനെ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര ലളിതമായിരിക്കും. ഇപ്പം നിങ്ങൾ ഒരാളൊരു മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെടാ മൂവി ഒന്ന് സെൻഡ് ചെയ്യടാന്ന് പറഞ്ഞാൽ പറയാം അത് ഭയങ്കര വലിയ സൈസാണ്, ഞാൻ പെൻ ഡ്രൈവ് എടുത്തില്ല, ഇതിൻ്റെ കണക്ഷൻ ചെയ്യാനുള്ള ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാനുള്ള കേബിൾ എടുത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള എക്സ്ക്യൂസസ് കേൾക്കാം. അപ്പോൾ ഇതെല്ലാം കോമൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ലളിതമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ട്. പക്ഷെ നമ്മൾ ആരും അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല എന്നേ ഉള്ളൂ. വളരെ ലളിതമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ വാട്സാപ്പൊക്കെ ഇത്ര ഫേമസ് ആവാൻ മെയിൻ കാരണം അത് മൾട്ടി OS, മൾട്ടി പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത്തരം ഒരു സോഫ്റ്റ്വെയർ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ആ സോഫ്റ്റ്വെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ആ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ഡെക്ടോ. ഡെക്ടോ എന്നത് നമുക്ക് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാം, മാക് OSൽ ഇൻസ്റ്റാൾ ചെയ്യാം, ആൻഡ്രോയിഡിൽ ഇൻസ്റ്റാൾ ചെയ്യാം, എല്ലാ ഡിവൈസിലും. ഇതാണ് അവരുടെ വെബ്സൈറ്റ്, നിങ്ങൾ ചെക്ക് ചെയ്യാം. ഡെക്ടോ R6 എന്നാണ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. പിന്നെ അതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. പിന്നെ നമ്മൾ കോൺഫിഗറേഷൻ ഒന്നും യാതൊരു കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ സിമ്പിളാണ്. പിന്നെ എന്താ പറയുക, നെറ്റ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല, ജസ്റ്റ് ഒരു വൈഫൈ നെറ്റ്വർക്ക് ആയിരിക്കണം. മെയിൻ കണ്ടീഷൻ ഇതാണ്, ഈ നമ്മൾ കണക്ട് ചെയ്യേണ്ട ഡിവൈസുകളിലൊക്കെ ആ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഏത് വിൻഡോസ് ബേസ്ഡോ ആൻഡ്രോയിഡ് ബേസ്ഡോ അതൊന്നും വിഷയമല്ല, ഏത് ഇതാണ് ഡിവൈസ് ആണെങ്കിൽ അതിന് സപ്പോർട്ടഡ് ആയുള്ള ഈ സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം മെയിൻ ആയിട്ടുള്ളത്, അതെല്ലാം ഒരേ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കണം. ഒരേ നെറ്റ്വർക്ക് കണക്റ്റ് ആണെങ്കിലേ അതിൽ ലിസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കാം, വിൻഡോസിൻ്റെ ലോഗോ ഉണ്ട്, മാക്കിൻ്റെ ലോഗോ ഉണ്ട്, ഈവൻ ലിനക്സിൻ്റെ ലോഗോ വരെ ഉണ്ട്. ലിനക്സിൽ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, മറ്റുള്ളതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് സൂപ്പറായിട്ട്. പിന്നെ വിൻഡോസ് ഫോണുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, ആൻഡ്രോയിഡ് ഫോണുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ വിൻഡോസിൽ പോർട്ടബിൾ പ്ലാറ്റ്ഫോം വരെ ഉണ്ട്, അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ അത് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈവൻ ഓൾഡ് നോക്കിയ സിംബിയാൻ ഫോർമാറ്റ് വരെ ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയ N8 അതുമാതിരിയുള്ള ഫോണുകളൊക്കെ ഇതിന് ഒരുപാട് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ സോഫ്റ്റ്വെയറിനെ പറ്റി നമ്മൾ അറിയില്ല എന്നേ ഉള്ളൂ. എത്രയോ ഉണ്ട്. അത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഡൊണേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യാം. പിന്നെ അത് ഞാൻ എൻ്റെ പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്തതാണിത്. ഇതിൽ ആ റാഫമാക്ക് എന്ന് കാണുന്നതാണ് എൻ്റെ പി സി. ബാക്കി ബഡ്ഡീസ് എന്നുള്ള അതിൽ ആ ലിസ്റ്റിലാണ് എല്ലാവരും തന്നെ. ഇപ്പോൾ ഒരു നോക്കിയ N8 ഉണ്ട്, ഒരു സാംസങ് ഗാലക്സി ഫോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാനും മറ്റുള്ള എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സാംസങ് ഗാലക്സി ഫോണിൽ ഓക്കെ, അപ്പോൾ അങ്ങനെ സാംസങ്ങിൻ്റെ ഫോൺ നമ്മൾ ഇപ്പോൾ കണക്ട് ചെയ്തു. നോക്കിയ N8 ഉണ്ട്. ചില ഫോണുകൾ അതിൽ ഡിസ്പ്ലേ കാണിക്കില്ല ഇപ്പോൾ ആ ലിസ്റ്റിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ IP കണക്ഷൻ എന്നുള്ളത് എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ IP അഡ്രസ്സ് നോക്കിയിട്ട് അങ്ങനെ കണക്ട് ചെയ്യാം. അത് പിന്നീട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഒരു ഫയൽ, ഇപ്പോൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് സാംസങ്ങിൻ്റെ ഫോണുണ്ട്. അപ്പോൾ അതിലൊരു ഫയൽ സെൻഡ് ചെയ്യണം. അതിലെന്തൊക്കെ ഓപ്ഷൻസ് കാണുന്നു. ഇപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് എന്നുള്ള എടുത്ത് ടെക്സ്റ്റ് അയക്കാം. നമ്മുടെ ക്ലിപ്പ് ബോർഡ്, അത് നമ്മൾ എന്തെങ്കിലും ഒരു ലിങ്ക് കോപ്പി, ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഒരു സൈറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ, അപ്പോൾ ആ സൈറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
അവനോട് ക്ലിപ്പ് ബോർഡ് സെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ സെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് സംഭവം. ഇപ്പോൾ ഇത് ടെക്സ്റ്റ് സെൻഡ് ചെയ്യുന്നത് ആദ്യം നോക്കാം. ഫോണിൽ നിന്ന് ഓപ്പൺ ചെയ്തു, ഫോണോടെ ഓപ്പൺ ചെയ്തു, പിന്നെ സെൻഡ് ചെയ്തു. സെൻഡായി, സക്സസ്ഫുള്ളി സെൻഡ് എന്ന് കാണിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫോണിൽ അതെടുത്ത് നോക്കുന്നു. ഫോണിൽ ഈ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ റിസീവ് കണ്ടോ. അവിടെ നമുക്കിപ്പോൾ ഒരു മെസ്സേജുകൾ നമ്മൾ എന്ത് മെസ്സേജ് അയച്ചാലും ആ മെസ്സേജ് ടെക്സ്റ്റ് ഫോർമാറ്റിൽ അവിടെ വന്നു കൊടുക്കും. ഓക്കെ, ഇനി വേറെ ഇപ്പോൾ ഒരു ലിങ്ക് യൂസ് ചെയ്യുന്ന ലിങ്ക്, ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു സൈറ്റിൻ്റെ ലിങ്ക്, ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് www.facebook.com/rafamak എന്നുള്ള ലിങ്ക് നമുക്കിപ്പോൾ ഇതിലേക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ആ ലിങ്ക് അവിടെ എത്തി. ഫസ്റ്റ് ഏറ്റവും റീസെൻ്റ് ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് തിരിച്ചയക്കണം, അങ്ങനെ ചെയ്യാം. പല ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഇനി വേറൊരു ഓപ്ഷൻ, നമുക്കൊരു ഇമേജ് സെൻഡ് ചെയ്യണം. ഒരു ഇമേജ് ഫയൽ, എനി ഫയൽ, ഇമേജിൽ നിന്ന് മാത്രമാക്കണ്ട, ഏത് ഫയലും സെൻഡ് ചെയ്യാം. ഒരു ഇമേജ് നമ്മൾ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ആ ഫയൽ അവിടെ കിട്ടി. ഓക്കെ, ഇനി ഒരു ഫോൾഡർ അതുപോലെ സെൻഡ് ചെയ്യാം. ഫോൾഡർ കംപ്ലീറ്റ് ഒരു എൻ്റയർലി ഫോൾഡറായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ സെൻഡ് ചെയ്യാനുള്ള ഫോൾഡർ, അതിലൊക്കെ കുറച്ച് കൂടുതൽ ഡാറ്റാസ് ഉണ്ട്. കൂടുതൽ ഡാറ്റ ഉണ്ട്, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഫോണിൽ കുറച്ച് മെമ്മറി ഫുള്ളാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ഫോൾഡർ സെൻഡ് ചെയ്യാം. ഓക്കെ, ഓഡിയുടെ ഒരു ആഡ് ഉണ്ട്. അപ്പോൾ ഈ ഫോൾഡർ സെലക്ട് ചെയ്തു, സെൻഡ് കൊടുത്തു. അതായത് വളരെ സൈമിൾട്ടേനിയസ് അതേ ടൈമിൽ തന്നെയാണ് ഇത് ഡാറ്റ സെൻഡ് ആവുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും സെൻഡ് ചെയ്തിട്ട് ഈ ഫയലൊക്കെ സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ നമ്മൾ അതിൽ സെറ്റിങ്സിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഏത് ഫോൾഡറാണെന്നുള്ളത്. അത് കാണിക്കാം. ഇൻ കേസ് ഏതെങ്കിലും ഫോൺ അതിൽ കാണിച്ചിട്ടില്ലെങ്കിൽ IP അഡ്രസ്സ് വഴി കണക്ട് ചെയ്യാം. അവിടെ നമ്മൾ ഫോണിൽ IP അഡ്രസ്സ് എടുത്തിട്ട് അതിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് കണക്ട് ചെയ്യാം. ഇപ്പോൾ അതിൽ എൻ്റെ അടുത്തുള്ള എല്ലാ ഡിവൈസും കണക്ട് ആയതുകൊണ്ട് അത് ഞാൻ ട്രൈ ചെയ്യുന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഏത് സമയം എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ടൈമിനനുസരിച്ച് അതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫോണും തിരിച്ചും അതേപോലെ ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഇതിൽ നോക്കിയ ഫോൺ അതിൽ കാണുന്നില്ല, പക്ഷേ അത് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് ഉണ്ട്, നമുക്ക് ലേഔട്ട് ചേഞ്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം. പിന്നെ നമുക്ക് പാത്ത് എവിടേക്കാണ് പോകുന്ന ആ പാത്ത് ചേഞ്ച് ചെയ്യാം. സേവ് ഓൺ ദ പാത്ത് ചേഞ്ച് ചെയ്യാം. എനിക്ക് ബ്ലൂ ഇഷ്ടമായതാണ്, ബ്ലൂ തന്നെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ നമുക്കിവിടെ ഏത് ഫോൾഡറാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ മെമ്മറി കാർഡാണ്. കാർഡിൽ മെമ്മറി കാർഡല്ല, അത് സ്റ്റോറേജ്, മാസ് സ്റ്റോറേജാണ്. മെമ്മറി കാർഡ് EXT SD കാർഡ് എന്നാണ് ഉണ്ടാവില്ല ഫോണിൽ, സാംസങ് ഫോണിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ആ നേരത്തെ സെൻഡായി വന്ന ഫയലുകളൊക്കെ അവിടെ ഉണ്ടോയെന്ന് നോക്കണ്ടേ, അതൊന്ന് ജസ്റ്റ് നോക്കിയേക്കാം. അപ്പോഴാണ് നമുക്ക് ഈ സോഫ്റ്റ്വെയറിൻ്റെ യൂസ്ഫുൾനെസ് വ്യക്തമാകുന്നത്. ഡിവൈസ് സ്റ്റോറേജ് എടുക്കുന്നു, അതിൽ റാഫമാക് എന്ന ഫോൾഡർ എല്ലാം നേരത്തെ സെറ്റ് ചെയ്ത്, അപ്പോൾ റാഫമാക് എന്ന ഫോൾഡർ എടുക്കുന്നു. അതിൽ കണ്ടോ നമ്മുടെ പിക്ചർ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. പിക്ചർ, ഓ സുന്ദരമായ ഫോട്ടോ കണ്ടില്ലേ. ഇനി ഇനി നമുക്ക് ആ ഫോൾഡർ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ അതാ വീഡിയോ ഉണ്ട്, ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഫയൽ നമ്മൾ MX പ്ലെയർ വെച്ച് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇതൊരു ഓഡിയുടെ പുതിയ കാറിൻ്റെ ആഡാണ്. ഓക്കെ, Audi A8 L. ഓക്കെ ഓക്കെ, അപ്പോൾ Audi 2015 ഇറങ്ങിയ കാറാണ്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവങ്ങളൊക്കെ. അത്രയാണ് മെയിനായിട്ടുള്ള സംഭവം. ഇപ്പോൾ ഞാൻ തൽക്കാലം ആ ഫോൾഡർ ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. ഇനി
അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് OBS സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ സൈറ്റിൽ തന്നെ പോകണം നിർബന്ധമില്ല. ഫോണിൽ അങ്ങനെ ചെയ്യാം, PC-യിൽ നമുക്ക് സൈറ്റിൽ പോകേണ്ടി വരും. ഇനി ഒരു നമുക്ക് ആ ഫോൾഡർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. സെറ്റിങ്സിൽ നമുക്ക് അങ്ങനെ ഏത് ഫോൾഡറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഫോൾഡർ സെലക്ട് ചെയ്യും. ഇനി മൊബൈൽ, ഇപ്പോൾ നേരത്തെ നമ്മൾ PC-യിൽ നിന്ന് മൊബൈലിലേക്കാണ് സെൻഡ് ചെയ്തത്, അതേപോലെ ഇനി തിരിച്ച് അങ്ങോട്ട് സെൻഡ് ചെയ്യുക. ഇതിലും കളറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ തിരിച്ച് അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത് നോക്കാം. അതിൽ റഫമാക് ലാപ്പ് എന്നുള്ള എടുത്തിട്ട്, അപ്പോൾ അതിലിപ്പോൾ ടെക്സ്റ്റൊക്കെ നമ്മൾ അയച്ച് കണ്ടാണ്. അപ്പോൾ വീഡിയോ ഏതെങ്കിലും ഒരു ഫയൽ അയക്കാം, ഒരു പിക്ചർ അയക്കാം, ഒരു ഇമേജ് ഹിറ്റ്ജെറ്റ് ഒരു നല്ല പിക്ചർ, അതൊക്കെ വീഡിയോ ഫയലാണ്. ഒരു നല്ല പിക്ചർ എടുത്തിട്ട് ഈ പിക്ചർ ആണല്ലോ, ഓക്കെ അത് വേണ്ട, നമുക്കൊന്ന് എടുക്കാം. എൻ്റെ ഫോട്ടോ ഒന്നും ഇല്ലേ, എൻ്റെ ഫോട്ടോ ഓക്കെ. അപ്പോൾ ഇതാ ഈ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ഈ ഫോട്ടോ നമുക്ക് സെൻഡ് ചെയ്യാം. പിന്നെ ആ ഫോട്ടോ സെലക്ട് ചെയ്ത് സെൻഡ് ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ അവിടെ വന്നു. ഇമെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ എടുക്കാം. പിന്നെ അത് സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷൻ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തത് D ഡ്രൈവിൽ വീഡിയോ എന്നുള്ള ഫോൾഡറാണ്. അപ്പോൾ അത് എടുത്ത് നോക്കാം, അതിലും വന്നിട്ടുണ്ടാവും, അതിലവിടെ സേവ് ആയി എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഇനിയിപ്പോൾ ഒരു വീഡിയോ ഫയൽ മൊബൈലിൽ നിന്ന് അങ്ങോട്ട് സെൻഡ് ചെയ്യാം. അതിന് നമുക്കൊരു വീഡിയോ ഫയൽ വേണം. വീഡിയോ ഫയൽ സെലക്ട് ചെയ്യുന്നു. അതിൽ വീഡിയോസ് ഇതാ എൻ്റെ തന്നെ ഒരു വീഡിയോ ഉണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അതൊന്ന് സെൻഡ് ചെയ്യാം. വളരെ പെട്ടെന്ന്, 11.2 MB ഉള്ള ഫയലാണ്. അത് നമ്മൾ ബ്ലൂടൂത്ത് വഴി സെൻഡ് ചെയ്യണമെങ്കിൽ എത്ര ടൈം എടുക്കും? അതാണ് ടെക്നോളജി. നമ്മൾ ഈ ടെക്നോളജി ഒന്നും അറിയില്ല എന്ന് കാര്യമില്ല. ഇതുകൊണ്ട് പുതിയ ഒരു വീഡിയോ ആണ്. വീഡിയോ ഗെയിം പ്ലെയറിലാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓപ്പൺ ആവുന്നതാണ്. താമസം ഓക്കെ, അതായി. അത്രയാണ് സംഭവങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സ്ക്രീൻ റെക്കോർഡറിൽ അത് അങ്ങനെ ആയതുകൊണ്ടാണ് അത് പ്ലേബാക്ക് ചെയ്യാതിരുന്നത് വീഡിയോ. ഓക്കെ, എനിവേ, so if you like this video, just like my page www.facebook.com/rafomac. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. Thank you so much for watching this, and thank you so much for your time. Don't forget to share with your friends. I hope you